ജെന്നിഫർ, പുറത്തിറങ്ങരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ശിവനും അവന്റെ ഗുണ്ടകളും അവിടെ എത്തി. അവർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട പാട് എനിക്കേ അറിയൂ. ഭാഗ്യത്തിനൊരു ബസ്സിലോട് കയറാൻ പറ്റി. ആ സമയം മുതല് ഞാൻ ഗണേശനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫാ. സോറിയടി, ഫോൺ താഴെ വീണ് പൊട്ടി. ഇപ്പോഴാ ശരിയാക്കി കിട്ടിയത്. നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാനിപ്പോ ഒരു ലേഡീസ് ഹോസ്റ്റലില്ല. ആ, തൽക്കാലം അവിടെ തന്നെ പിടിച്ചു നിൽക്ക്. ശിവന്റെ അവന്റെ ആൾക്കാരുടെയും കണ്ണി പെടില്ലല്ലോ അല്ലേ? നീ കാരക്കുടിയിലുണ്ടെന്ന് ശിവൻ എങ്ങനെ മനസ്സിലായത്? അറിയില്ല. നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? 2 ദിവസം കഴിയാതെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നീ അവിടെ സേഫ് ആണല്ലോ അല്ലേ? എന്ത് സേഫ്? അക്കോമഡേഷൻ പോലും ഇല്ല. രാത്രി എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി. ഹോസ്റ്റലിൽ റൂം കിട്ടണമെങ്കിൽ കാശ് വേണ്ടേ? കാശ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ശിവന്റെ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അവരുടെ കണ്ണിപ്പെടാതെ നോക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം. എനിക്കെന്റെ അച്ഛനമ്മയൊന്ന് കാണണമായിരുന്നു. നീ അങ്ങോട്ട് പോവുകയോ ചെയ്യരുത്. മണ്ടത്തിലൊന്നും ചെയ്തു വെച്ചേക്കരുത്. നിന്നെ അന്വേഷിച്ച് അവർ അവിടെ പോയിരുന്നു. എന്നിട്ട് ഈ ശിവന്റെ ആൾക്കാരെ എല്ലായിടത്തും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. എന്റെ കണ്ണ് വെട്ടിച്ച് അവളെ എത്ര ദൂരം ഓടുമെന്ന് എനിക്കൊന്ന് അറിയണം. അവളിപ്പോ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളത് തുറന്നു പറഞ്ഞാ എനിക്കും എന്റെ ആൾക്കാർക്കും അത്രയും പണി കുറയും. തുറന്നു പറ. അവളുമായിട്ടുള്ള ഇടപാടുകൾ ഞാൻ നേരിട്ട് നടത്തിക്കോളാം. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവള് മാത്രമല്ല നിങ്ങളും അനുഭവിക്കേണ്ടി വരും. പറയ്. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? നീ ആരാണെന്നും നിന്റെ അച്ഛൻ ആരാണെന്നും അവൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാ അവൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയത്. അവളോട് ക്ഷമിച്ചൂടെ നിനക്ക്? ക്ഷമിക്കാനോ? അവളോട് ക്ഷമിക്കാനോ? അവളോട് ക്ഷമിക്കണമെങ്കിലേ ഈ ശിവന്റെ തല മണ്ണി കുത്തണം. ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും ഞാൻ അവളെ തൂക്കിയിരിക്കും. നിങ്ങൾ ഈ വീടിന്റെ പരിസരത്തിന് ഉണ്ടാവണം. ഇവിടെ ആര് വന്നാലും അവരുടെ മേലൊരു കണ്ണ് വേണം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ചോദ്യം ചെയ്യണം. എത്രയും പെട്ടെന്ന് എനിക്കവളെ കൈ കിട്ടിയേ പറ്റൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. കരയില്ല ജെന്നിഫർ. അവർ നിന്റെ പപ്പയും അമ്മയും ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ. പിന്നെന്തിനാ കരയുന്നേ? എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗണേഷ്. ഓടി ഒളിച്ച് മതിയായി എനിക്ക്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എത്ര കാലോ ഇങ്ങനെ? നീ ഒന്ന് കരയാതിരിക്കേ. എല്ലാം ശരിയാവും. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ നീ ഇത് തുടർന്നേ പറ്റൂ. എപ്പോഴായല്ലോ ഒന്ന് കലങ്ങി തെളിയ. പപ്പയും മമ്മിയും ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. പേടിക്കണ്ട ജെന്നിഫർ. പപ്പയ്ക്കും മമ്മയ്ക്കും ഒരു കുഴപ്പം വരില്ല. ശിവൻ ഉപദ്രവിക്കൊന്നുമില്ല. ശിവന് വേണ്ടത് നിന്നെയാ. പപ്പയും അമ്മയും ഓർത്ത് നീ ഇങ്ങോട്ട് വന്ന നീ ശിവന്റെ വായി ചെന്ന് ചാടി കൊടുക്കുന്ന പോലെയാ. തൽക്കാലം നീ അവിടെ തന്നെ നിൽക്ക്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ശരി.